നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം 1-2 ആഴ്ചയ്ക്ക് മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് മനോരാജ്യം. 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. ചെറിയ സിനിമയാണ്. റഷീദ് പാർക്കിലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലാണ് ഈ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിലാണ്. മനു കേരളി എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് GP ആണ്. ഗോവിന്ദ് പത്മസൂരിയാണ് വരുന്നത്. പിന്നെ രഞ്ജിത മേനോൻ ഇവർ രണ്ടുപേരാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരോടൊപ്പം ഗോകുലനുണ്ട്, നവാസ് വള്ളിക്കുന്നുണ്ട്. പിന്നെ അധികം താരങ്ങൾ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം ഓസ്ട്രേലിയൻ മല്ലൂസാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ എന്നുള്ള മലയാളികളാണ് അത് കൂടുതലും ആക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, സിനിമ എന്നെ സംബന്ധിച്ച് തികച്ചും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അങ്ങനത്തെ സിനിമകൾ ഞാൻ എടുത്ത് ഒരുപാട് നെഗറ്റീവ് പറയാറില്ല, ഒരുപാട് നെഗറ്റീവ് ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഇത് കണ്ട കാര്യങ്ങൾ ഒരു റിവ്യൂ ആയിട്ട് പറഞ്ഞു തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സിനിമയുടെ കണ്ടന്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് ഒരു വളരെ വിയോജിപ്പ്, ലോജിക്കലി ഒക്കെ കുറച്ച്. ഒന്നാമത് 2024-25 ജീവിക്കുന്ന നമ്മൾ ഈ ഫോണും ഇതിനകത്ത് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഒരു ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വോയിസ് ചേഞ്ച് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇതൊക്കെ പഴഞ്ചൻ സെറ്റപ്പായി പോയി. അതൊക്കെ ടെക്നോളജി ഒരുപാട് വളർന്നു പോയ ഈ കാലത്ത് ഇങ്ങനത്തെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് സിനിമ പോകുന്നത് വളരെ ഒരു കുറച്ച് പിറകിലേക്ക് പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായ വിഷ്വൽസ് ആയിരുന്നു. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് പോയിട്ടില്ലാത്ത ഞാൻ ഓസ്ട്രേലിയ കണ്ടപ്പോൾ വളരെ മനോഹരമായ ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നി. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. സ്ക്രിപ്റ്റിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര ഇടയ്ക്കൊക്കെ കുറെ ഭയങ്കര ഡ്രാഗിങ് ആയിരുന്നു. ഇതെങ്ങനെ പോകുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഏകദേശം ഇതായി. പിന്നെ അവസാനമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. കാരണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കതൊരു മോശമായി, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഞാൻ പറയുന്നത് ഒരു സ്പോയിലറായി മാറണ്ട. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല കാണാനായിട്ട്. ഇനി പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ GPയുടെ പെർഫോമൻസ്, ഒന്നാമത് അവിടെ ഒരു ഓസ്ട്രേലിയയിൽ ഭയങ്കര എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന ഒരു മലയാളിയായിട്ടാണ്. ആ മലയാളി വളരെ സാധാരണക്കാരനായി തൊഴിലാളികളുടെ കൂടെ നടക്കുന്ന ഒരു മലയാളിയായിട്ടാണ് GP കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ GP ആ റോളിൽ അത്ര കൺവിൻസിംഗ് ആയി വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. GPയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും അല്ലത്. അതിലൊക്കെ നല്ല പെർഫോമൻസ് GPയുടെ വളരെ കുറച്ച് സിനിമകളിലെ പുള്ളി ഉണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കരിയർ ബെസ്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അത്ര വലിയ കൺവിൻസിംഗ് ആയിട്ട് ആ റോള് വന്നതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതായത് ഈ ഒരു മുതലാളിയാണ് ഈ തൊഴിലാളികളുടെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. കൊള്ളാം, നല്ല ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. പക്ഷെ അത് എത്രത്തോളം നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. നവാസ് വള്ളിക്കുന്ന കുറച്ച് നേരം ഉണ്ടെങ്കിലും നല്ല രസമാണ്. നവാസ് വള്ളിക്കുന്ന ഏത് സിനിമയിൽ എന്ത് ചെയ്താലും അദ്ദേഹം നന്നായിട്ട് ചെയ്ത പോലെ തോന്നുന്നു. ഗോകുലിന്റെ റോള് നന്നായിട്ട് ചെയ്തു. നായികയായിട്ട് വന്ന രഞ്ജിത മേനോൻ നന്നായിരുന്നു. അവരുടെ ക്യാരക്ടർ നന്നായിട്ട് അവർ പെർഫോം ചെയ്തു. അവർ കൺവിൻസിംഗ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ബാക്കി ഓസ്ട്രേലിയയിലെ മല്ലൂസ് കുറച്ച് ഗ്യാങ് ഉണ്ട്. ഓഫ്കോഴ്സ് പുതിയ ആളുകളാണ്. അവിടെ ഫില്ല് ചെയ്യുന്ന പോലെ ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ടിരുന്നത്. അവരുടെ ആക്ടിങ്ങിലൊക്കെ ഭയങ്കര ഒരു പുതുമുഖങ്ങളുടെ ആക്ടിങ്ങിലുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പുതുമുഖങ്ങളല്ലേ, ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ചില ക്യാരക്ടറൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും നന്നായിരുന്നു എനിക്ക് തോന്നി. എസ്പെഷ്യലി നായികയുടെ അച്ഛനായ കഥാപാത്രമൊക്കെ കുറച്ച് നേരം ഉള്ളൂവെങ്കിലും കുഴപ്പമില്ലാതെ ആ റോള് കൈകാര്യം ചെയ്തത് തോന്നി. പിന്നെ കുറെ കൂട്ടുകാരൊക്കെ കാണിച്ചേക്കണം. അവരുടെ ആക്ടിംഗ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആവറേജ്, അല്ലെങ്കിൽ ആവറേജിന് താഴെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ലോജിക് ഇല്ലാത്ത, അതുപോലെ തന്നെ അവസാന നിമിഷത്തിലൊക്കെ ഭയങ്കര ബ്ലണ്ടറായിട്ടുള്ള ഒരു ഇമോഷനൊക്കെ, ഒരു ഭയങ്കര ഇമോഷൻ ആയിട്ട് ഹീറോ വന്നിട്ട് ഒരു ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കോമഡി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മൾ ഒരാളെ കൊല്ലാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ പിന്നെ നെക്സ്റ്റ് അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറി കഴിയുമ്പോൾ നമ്മുടെ മൂഡ് ഇങ്ങനെ സ്വിങ് ആവും. എനിക്കറിയില്ല. നമ്മൾ ഒരാളെ കൊല്ലാൻ അത്രയും ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഇമോഷൻ പയ്യെ തണുത്ത് വരുന്നതിന് പകരം പെട്ടെന്ന് അത് കോമഡിയിലേക്ക് പറഞ്ഞു ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്ക് അതറിയില്ല എത്രത്തോളം കൺവിൻസിങ് ആണ്. കാരണം ആ ഇമോഷൻസിന് ഇറങ്ങി വന്ന് പിന്നെ നമ്മൾ തമാശയിലേക്ക് അങ്ങനെയൊക്കെയല്ലേ കൊണ്ടു ഒരു സഡൻ ഷിഫ്റ്റ് എന്നെ സെക്കൻഡൊക്കെ ഐ ഡോണ്ട് നോ, മേ ബി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയേണ്ട വരും. അധികം സിനിമകൾ ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ കണ്ട സിനിമയാണ് അതിന്റെ റിവ്യൂ. ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ സിനിമകൾക്കും റിവ്യൂ പറയാറില്ല, നെഗറ്റീവ് അധികം പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് പിന്നെ ഒരുപാട് നെഗറ്റീവ് അല്ല, എന്തായാലും കുറച്ചൊക്കെ നെഗറ്റീവ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മനോരാജ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.